കോഴിക്കോട് നിയമ വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺസുഹൃത്ത് അറസ്റ്റിൽ. കൂർ സ്വദേശി അൽഫാൻ ഇബ്രാഹിമാണ് അറസ്റ്റിലായത്. വയനാട് വൈത്തിരിയിൽ നിന്നാണ് പ്രതിയെ ചെവായൂർ പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസെ, പ്രതിയിലേക്ക് പോലീസിനെ നയിച്ച നീക്കം എങ്ങനെയായിരുന്നു? അതോടൊപ്പം പുരോഗമിക്കുന്ന പോലീസ് നടപടികൾ കൂടി. കാളിദാസ്, ഇക്കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് മെസ്ന മെഹറിസ് എന്ന് പറയുന്ന രണ്ടാം വർഷ നിയമ വിദ്യാർത്ഥി, കോഴിക്കോട് ലോ കോളേജിലെ രണ്ടാം വർഷ നിയമ ബിരുദ വിദ്യാർത്ഥി ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ചെവായൂർ പോലീസ് ഇൻസ്പെക്ടർ എസ് സജീവിന്റെ നേതൃത്വത്തിലായിരുന്നു വിശദമായ ഒരു അന്വേഷണം നടന്നത്. അതിൽ ഈ മെസ്നയുടെ മെഹറിസ് ആണ് മൗസയുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തു, സഹപാഠികളെ പോലീസ് ചോദ്യം ചെയ്തു. അതിൽ നിന്നാണ് ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത്. ഈ അൽഫാൻ, അതായത് കോഴിക്കോട് കോവൂർ സ്വദേശിയായ ഈ അൽഫാൻ, ഇയാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നേടിയിട്ടുണ്ട്. അതിനുശേഷം ഈ കാറുകളുടെ വിൽപ്പനയും ഒപ്പം തന്നെ കാറുകളുടെ ആൾട്രേഷൻ പരിപാടികളും ഒക്കെയായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടെ ഇയാൾക്ക് ഈ മൗസയുമായി പരിചയം ഉണ്ടാവുകയും ആ പരിചയം പിന്നീട് ഇയാൾക്കത് പ്രണയമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ പെൺകുട്ടിക്ക് അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ഇയാളുടെ സൗഹൃദത്തിൽ മാത്രമായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്. പക്ഷേ ഇയാൾ കുറച്ചുകൂടി ഒരു ടോക്സിക്കായ രീതിയിലേക്ക് തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ ഇരിങ്ങാട് പീടിക റോഡിലെ ഒരു ചായക്കടയിൽ വെച്ച് യാദൃശ്ചികമായി പരിചയപ്പെട്ടതാണ്. കാരണം ഈ മരണപ്പെട്ട പെൺകുട്ടിക്ക് കാറുകളോട് ഒരു പ്രിയമുണ്ട്. കാറുകളോടുള്ള പ്രിയമാണ് യാദൃശ്ചികമായി അവിടെ ഹോണ്ട സിറ്റി കാറിൽ ചായ കുടിക്കാൻ എത്തിയ ഈ അൽഫാൻ അവിടെ എത്തുകയും അപ്പോൾ കാറിനെ കുറിച്ച് ഈ പെൺകുട്ടി ചോദിച്ചപ്പോൾ അത് പിന്നീട് പരിചയമായി വളരുകയുമായിരുന്നു. പിന്നീട് ഇവർ ഇടയ്ക്കിടെ കാണുകയും തുടർന്ന് 3 മാസം ഇവർ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അത് പിന്നീട് പക്ഷേ അത് ഇയാളെ സംബന്ധിച്ച് അത് പ്രണയമായി മാറുന്നു. ഈ അൽഫാന് ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ആളാണ് ഈ പ്രതിക്ക്. അത് പിന്നീട് ഈ കുട്ടിക്ക് പ്രണയമില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇയാളത് കൂടുതൽ ടോക്സിക്കായി മാറുന്നു. ഈ ഫെബ്രുവരി 23-ന് രാത്രിയിൽ ഇരിങ്ങാട് പീടിക റോഡിലെ ഇതേ ചായപ്പീടികയിൽ മുൻപിൽ വെച്ച് ഈ പെൺകുട്ടിയെ ഇയാൾ പരസ്യമായി അടിക്കുന്നുണ്ട്. അങ്ങനെ പരസ്യമായി അടിച്ചതിൻ്റെ ഒരു അപമാനഭാരം ഈ പെൺകുട്ടിക്കുണ്ട്. കൂടാതെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ച് ഈ പെൺകുട്ടിയെ കുറിച്ച് അപമാനം ഇയാൾ പറയുന്നുണ്ട്. അതിനുശേഷം ഈ പെൺകുട്ടി താമസിക്കുന്ന ഇടത്തു നിന്നും ഈ പെൺകുട്ടിയുടെ ഫോൺ ഈ പെൺകുട്ടി അറിയാതെ ഇയാൾ എടുത്തുകൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ആ ഫോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഈ മൗസ ഈ വീട്ടിൽ വിളിച്ച് തന്നെക്കുറിച്ച് അപമാനം പറഞ്ഞ കാര്യം അറിയുന്നില്ല. പക്ഷേ അപമാന വാക്കുകൾ, അപവാദം പറഞ്ഞ കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ തലേന്ന് രാത്രിയിൽ പൊതു ഇടത്ത് വെച്ച് അടിയേറ്റ് അപമാനിക്കപ്പെട്ടതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ടായിരുന്നു. അതാണ് ഇവരുടെ ജീവനൊടുക്കുന്നതിലേക്ക് പ്രേരണയായ ഒരു ഘടകം എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ അൽഫാൻ പിന്നീട് ഒളിവിൽ കഴിയുകയായിരുന്നു. അയാൾ നേരെ ഗോവയിലേക്കാണ് പോയത്. ഗോവയിൽ പോയി അതിനുശേഷം അവിടെ നിന്നും പണം തീർന്നതിന് ശേഷം വയനാട്ടിലുള്ള തൻ്റെ സഹോദരിയുടെ പക്കൽ വന്ന് പണം വാങ്ങി തിരികെ ബാംഗ്ലൂരുവിലേക്ക് പോയി. അതിനുശേഷം ഗൂഡല്ലൂരിൽ പോയി ആ പണവും കഴിഞ്ഞ് തിരികെ വയനാട്ടിൽ എത്തി. വയനാട്ടിൽ വൈത്തിരിയിലെ ഹോട്ടൽ മുറിയിൽ തങ്ങുന്നതായുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചെവായൂർ പോലീസ് വയനാട്ടിലെ വൈത്തിരി പോലീസിൻ്റെ സഹായത്തോടുകൂടി ഇയാളെ കൽപ്പറ്റയിലെ പോലീസിൻ്റെ സഹായത്തോടുകൂടി ഇയാളെ വൈത്തിരിയിൽ നിന്നും പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഉച്ച കഴിഞ്ഞ് ഇവിടെ എത്തിക്കുകയും അല്പം മുൻപ് ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഈ പ്രതിയെ കുന്ദമംഗലം കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഇയാളുടെ മനസ്സിലെ ടോക്സിക്കായ പ്രണയം തന്നെയാണ് ഈ കുട്ടിയുടെ മരണത്തിന് പ്രേരണയാകുന്ന ഒരു ഘടകത്തിലേക്ക് നയിച്ചത് എന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ACP A ഉമേഷ് അടക്കമുള്ളവർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. കാളിദാസ്. ശരി റിയാസ്.